ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. വളർത്തിയത് ആര് തന്നെയാണ് വളർത്തിയത്? ധൃതരാഷ്ട്രൻ തന്നെയാണ് വളർത്തിയത്. പക്ഷെ ധൃതരാഷ്ട്രന്റെ കാഴ്ചപ്പാട് എങ്ങനെയാന്ന് വെച്ചാല്, എൻ്റെ മക്കള് മാമക്ക പാണ്ഡവ ചെയ്യുക, പാണ്ഡുവിന്റെ മക്കൾ എന്ന് രണ്ടായിട്ട് കണ്ടു എന്ന് പറയാം. അപ്പോ ഇതാണ് ഇപ്പൊ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ശ്ലോകം ഒരാളെ പ്രീച്ച് ചെയ്യുകയാണെങ്കിൽ പറയും, ഇങ്ങനെയാണ് ഭഗവത്ഗീതയിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇങ്ങനെയാണ് എൻ്റെ മക്കള് പാണ്ഡുവിന്റെ മക്കളെന്ന് ആ കാലത്ത് തന്നെ ആൾക്കാർ വേർതിരിച്ച് കാണുന്നുണ്ട്. അപ്പൊ കലിയുഗത്തിൽ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇങ്ങനെ തന്നെ കാണും. എല്ലാവരെയും ഒന്നിച്ച് കാണാൻ അവർക്ക് സാധിക്കില്ല. അവർക്കെല്ലാം ഈ ദ്വന്ദ്വങ്ങൾ അല്ലെങ്കിൽ എൻ്റെ നിന്റെ എന്ന് പറയുന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടാകും. അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ പഠിപ്പിച്ച് തുടങ്ങുന്നത് എന്ന് നമുക്ക് പ്രീച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ശ്ലോകം വെച്ചിട്ട്. ഓക്കെ, അപ്പോ എന്നിട്ട് ചോദിക്കുകയാണ് കിമകുർവത സഞ്ജയ, അത് ആരെടുത്ത് ചോദിക്കുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ വരാം. അപ്പൊ ഇതിനെ വായിക്കും, എല്ലാവരും വായിക്കും, ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങളായില്ലേ, ഇത് വെച്ചുകൊണ്ട് എല്ലാവരും വായിക്കും. ഇപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ശ്ലോകം അല്ലേ? എത്ര പേർക്ക് അറിയില്ല? അറിയാത്തവർ മാത്രം പറയും, ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. ഓരോരുത്തർ വായിക്കുമ്പോൾ മറ്റുള്ളവരെ റിപ്പീറ്റ് ചെയ്യാം. അഭിനിം അത് ചോദിച്ചു. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ. അങ്ങനെയല്ല, ഒരു ലൈൻ വായിക്കുക, അടുത്തത് പറയാൻ വേണ്ടിയിട്ടുള്ള ചാൻസ്. ധൃതരാഷ്ട്ര ഉവാച എന്ന് പറയുമ്പോൾ എല്ലാവരും ധൃതരാഷ്ട്ര ഉവാച, എല്ലാവരും മൈക്ക് ഓൺ ചെയ്ത് പറയാം. നമ്മൾ ശ്ലോക ക്ലാസ്സിൽ വായിക്കും പോലെ. ധൃതരാഷ്ട്ര ഉവാച ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ സമവേദായുത്സവ. മാമക പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ. ഇനി ഒരാൾ കഴിക്കണം. നിമിഷമാതാജി കഴിക്കും. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ. പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ. അടുത്താള് വെച്ചോ. മാതാജി വായിക്കൂ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇതിപ്പം ഒരു മിനിറ്റ്, നമുക്ക് ഈ ഓഡിയോ അങ്ങനെ ക്ലിയർ ആയിട്ട് കേൾക്കാത്തതുകൊണ്ട് വായിച്ചാൽ മതി. എല്ലാവരും റിപ്പീറ്റ് ചെയ്തോളൂ, മൈക്ക് ഓൺ ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടിരിക്കും പറയും. ഓക്കെ, ധൃതരാഷ്ട്ര ഉവാച ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ സമവേദായുത്സവഃ മാമകഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. രേഷ്മ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ. എല്ലാരും തിരിച്ച് പറയാനാണ് സമയം കൊടുക്കുന്നല്ലേ? ഹരേ കൃഷ്ണ. ഒരു ലൈന് വായിച്ചിട്ട് എല്ലാരും തിരിച്ച് പറയണം. അതിനുള്ള ടൈം കൊടുത്താൽ മതി. ഓക്കെ, ഒരു ലൈൻ കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ?
ഒരു ലൈൻ വായിച്ചിട്ട് നമ്മൾ അവരും തിരിച്ച് ഏറ്റു പറയാനുള്ള ടൈം കൊടുക്കുക. അപ്പൊ 5 പേര് വായിക്കുമ്പോൾ 5 പേരും തിരിച്ച് പറയുമ്പോൾ 5 ടൈംസ് ഇവിടെ ഇരുന്ന് എല്ലാവരും വായിച്ചു. ഓക്കെ, എല്ലാവരും ആ ശ്ലോകം റിപ്പീറ്റ് ചെയ്തു. അതിനു വേണ്ടിയിട്ടാണ്. ഹരേ കൃഷ്ണ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. പ്രിയപ്രഭു. മാമക്ക എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എനിക്ക് അങ്ങനെ സംസ്കൃതം അറിയില്ല, ഞാൻ എൻ്റെ രീതിയിലാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും റെക്കോർഡ് വെച്ചിട്ട് പഠിക്കണം. ഇടയിൽ വരുന്ന വിസർഗങ്ങൾ ചൊല്ലാറില്ല. ഇടയിൽ വരുന്നത് നമ്മൾ ചേർത്ത് ചൊല്ലുക ചെയ്യാം വിസർഗങ്ങൾ. ഇനി ആരെങ്കിലും ഒരാൾ അതിന്റെ മീനിങ് പറയാം. സാധാരണ ഒരു പ്രീച്ചിങ്ങിൽ എങ്ങനെ പറയും അത് മാത്രം അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞു നോക്കൂ. ഫ്രിജ തന്നെ പറയും. എങ്ങനെ പ്രീച്ച് ചെയ്യുമ്പോൾ, അതായത് ഒരു ഈ ശ്ലോകത്തിനെ കുറിച്ച് ഒരാൾക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കും. എങ്ങനെ പറഞ്ഞു കൊടുക്കും? വേർഡ് ബൈ വേർഡ് മീനിങ് നമുക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. എക്സാക്ട് അങ്ങനെ വരണമെന്നില്ല. ഉം. 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 രേഷ്മ മത്തേജിന്റെ എന്ന് പറയും ഈ ശ്ലോകം എങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും. ഹരേ കൃഷ്ണ. ധൃതരാഷ്ട്രൻ പറയാണ്, ചോദിക്കാണ് സഞ്ജയനോട്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രം, ധർമ്മക്ഷേത്രമായ, അതായത് തീർത്ഥാടന സ്ഥലമായ കുരുക്ഷേത്രം എന്നുള്ള സ്ഥലമാണ്. അവിടെയാണ് യുദ്ധം നടക്കുന്നത്. അപ്പം അവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ള അവരെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പം സമവേദായുത്സവ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാനായിട്ട് വളരെ ആകാംക്ഷയോടുകൂടി ഒത്തുകൂടിയിട്ടുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്. സമവേദായുത്സവ. മാമക എന്ന് പറഞ്ഞാൽ എന്റെ മക്കള്, അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് കൂടാണ്ട് പാണ്ഡവാശ്ചൈവ, പാണ്ഡവന്മാരും രണ്ടുപേരും എന്ത് കിം അകുർവത സഞ്ജയ, എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് സഞ്ജയനോട് അദ്ദേഹം ചോദിക്കുകയാണ്. ഹരേ കൃഷ്ണ. അഭിനി മാതാജി, ഏത് അവസരത്തിലാണ് ഈ ശ്ലോക കോട്ടി? നമ്മൾ ചുമ്മാ ഒരു പോയി എനിക്ക് 2 ശ്ലോകം അറിയാം എന്ന് പറഞ്ഞ് നമ്മൾ പറയുമോ ആൾക്കാരുടെ അടുത്ത്? അപ്പൊ ഏത് അവസരം വരുമ്പോൾ ഈ ശ്ലോകം എടുത്ത് യൂസ് ചെയ്യും? സെൽഫിഷ്നെസ് ഒക്കെ കാണിക്കുന്ന ഒരു ടൈമിൽ എങ്ങനെ?
പറയൂ ആ സിറ്റുവേഷൻ. അപ്പോ സ്വന്തം മക്കളുടെ കാര്യം മാത്രം നോക്കുന്ന ആൾക്കാരോട് വേണമെങ്കിൽ പറയാം, അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണല്ലോ ഇതില് സഞ്ജയനോട് ധൃതരാഷ്ട്രർ സംസാരിക്കുന്നത്. പാണ്ഡവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിനേക്കാൾ കൂടുതൽ ധൃതരാഷ്ട്രർക്ക് അറിയേണ്ടിയിരുന്നത് സ്വന്തം മക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നതാണ് ഇതിൽ കൂടുതൽ കാണുന്നത്. അപ്പൊ അങ്ങനെ സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാരോട് അങ്ങനെ സമ്മതിക്കുമ്പോൾ സംസാരിക്കാൻ തോന്നുന്നു. അപ്പോ സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ, അവരുടെ മക്കള്, അവരുടെ വീട്, അവരുടെ കുടുംബം അങ്ങനെയല്ലേ നോക്കത്തുള്ളൂ. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഉടനെ കാശൊക്കെ ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊണ്ട് കൊടുക്കില്ല. നമ്മൾ നമ്മളെ വീട്ടുകാരും എല്ലാം നോക്കും. അപ്പൊ അതൊരു തെറ്റായ കാര്യമല്ല. പക്ഷെ അവിടെ പോയിട്ട് എങ്ങനെ ഈ ശ്ലോക പ്രീച്ച് ചെയ്യും? അപ്പൊ അവര് ചോദിക്കില്ലേ ഉടനെ, അപ്പൊ നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കില്ലേ? നിങ്ങളെ പൈസയൊക്കെ ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊണ്ട് കൊടുക്കുകയും ചോദിക്കില്ലേ? ആകാംക്ഷ എന്തായി എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ നമുക്ക്. ഭാവിയിൽ എന്ത് വരും, എന്തായി എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ, രണ്ടു കൂട്ടരും തമ്മിൽ കമ്പാരിസൺ. ശരി, വേറെ ആര് പറയും? രാഖി മാതാജി ഏത് അവസരത്തിൽ യൂസ് ചെയ്യും? അഭിമാനത് പറയാനുള്ള അഭിപ്രായം, സ്വന്തം അതായത് രാജ്യവും എല്ലാതും തന്റെ മക്കൾക്ക് തന്നെ ലഭിക്കണം എന്നുള്ളൊരു അത്യാഗ്രഹം ഉണ്ട്. എന്നാൽ അർജുനനും പാണ്ഡവരുടെ ശക്തിയെയും കഴിവുകളെ കുറിച്ചും അറിവുണ്ട്. കൃഷ്ണനാണ് അവരെ കൂടെ നിൽക്കണം എന്നുള്ളൊരു ഭയവും ഉണ്ട്. എന്നിരുന്നാലും ഒരു പിതാവിന്റെ അത്യാഗ്രഹം എന്ന നിലയ്ക്ക് തങ്ങൾ തന്നെ വിജയിക്കുമെന്നും പാരമ്പര്യത്തിൽ ഞങ്ങൾക്ക് തന്നെയാണ് അവകാശപ്പെട്ടെന്നുള്ളൊരു ഒരു ദുർചിന്ത അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അത്രയ്ക്കൊക്കെ അറിയുന്നുള്ളൂ പ്രഭു. ഹരേ കൃഷ്ണ. മിനി മാതാജി എവിടെയാ ഈ ശ്ലോക യൂസ് ചെയ്യും? മിനി മാതാജി യൂസ് ചെയ്യുകയാണെങ്കിൽ എവിടെ യൂസ് ചെയ്യും? ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞ പോലെ തന്നെ സെൽഫിഷ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് ഇത് പ്രയോഗിക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഭഗവാൻ പാണ്ഡവരുടെ കൂടെയാണല്ലോ നിൽക്കുന്നത്. അപ്പോ ഇവരുടെ ഭാഗത്ത് നിൽക്കാത്തത് ഇങ്ങനെയുള്ള ഒരു സ്വഭാവ സവിശേഷത ധൃതരാഷ്ട്രർക്കുണ്ട് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ളവരുടെ കൂടെ ഭഗവാൻ കൂടെ നിൽക്കില്ല. ഈ സെൽഫിഷ് നമുക്ക് നല്ലതല്ല എന്ന് നമുക്ക് അവരെ ആദ്യം നമ്മൾ ശരിയായിട്ട് നമുക്ക് അവരെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരാൾക്ക് ഒരു കുറവുണ്ട്. നമ്മൾ എടുത്ത് ആ കുറവ് പറഞ്ഞവർക്ക് നമ്മളെ അടുത്ത് ഇഷ്ടം ഉണ്ടാവുമോ ദേഷ്യം ഉണ്ടാവുമോ? ആദ്യം ഇഷ്ടപ്പെടില്ല, പിന്നെ അവരുടെ അനുഭവത്തിലൂടെ അവർക്കത് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ഒക്കെ ഒരു അനുഭവം അങ്ങനെയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ഉദ്ദേശം എന്താണ്? പറയൂ. ധൃതരാഷ്ട്രരുടെ കണ്ണു കാണാത്തത് അദ്ദേഹത്തിന്റെ അന്ധകാരം ബാധിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ആളുടെ ഇത്തരമുള്ള പ്രവർത്തികളും ചിന്തകളും കൊണ്ടാണ് അന്ധനായെന്ന് പ്രഭു ഒരു പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പൊ മനുഷ്യരെല്ലാവരും ഇതേപോലെ അന്ധമാരായി വരുന്ന സന്ദർഭങ്ങൾ ഒത്തിരി ഉണ്ടെന്നാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയും ഇത് പറയാൻ സാധിക്കും. ഹരേ കൃഷ്ണ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഒരു ചാൻസ് കിട്ടണ്ടേ? ഒരു ചാൻസ് കിട്ടുമ്പോൾ സംസാരത്തിന്റെ ഇടയ്ക്ക് നമ്മൾ പ്രീച്ച് ചെയ്യാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്രീച്ച് ചെയ്യുക. ഒരു ചാൻസ് കിട്ടിയാൽ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഭഗവത്ഗീത പഠിപ്പിക്കാം, എങ്ങനെ ഒരു ശ്ലോക പറഞ്ഞ് മനസ്സിലാക്കണം, ഇതാണ് നമ്മുടെ ആവശ്യം. ഇപ്പോൾ ഒരാൾക്ക് കുറവുണ്ട്, അവർ ഇങ്ങനെ അസൂയ പറയുന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലായി. ഉടനെ അവരുടെ അടുത്ത് ഒരു ശ്ലോക പറഞ്ഞിട്ട് ഇങ്ങനെ അസൂയ പറയരുത് കേട്ടാ, അത് ഭഗവത്ഗീതയിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഉടനെ ഫീൽ ആവും. അവർ ചിലപ്പോൾ നമ്മളോട് സംസാരിക്കില്ല, ഭഗവത്ഗീതയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഓടിപ്പോവും. പക്ഷെ നമ്മൾ എങ്ങനെ പറയാം? അപ്പൊ ഏത് അവസരത്തിൽ അത് പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചിലപ്പോ അവര് ഒരു അസൂയ പറയാണ് വേറൊരാളുടെ കുറിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ പറയണം, അവര് ഓഫീസിൽ ഇങ്ങനെയാണ്, എപ്പോൾ നോക്കിയാലും മറ്റേ ആൾ ഇയാളെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാല്,
ഇത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. നമ്മളായാലും ഇപ്പം നമ്മൾ പറഞ്ഞു പോകും, നമ്മൾ അറിയാതെ നമ്മൾ പറയുന്നില്ല അവരെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യും. ഞാനായാലും പറയും അവരെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യും, എനിക്കും പിടിക്കില്ല. പക്ഷെ ഇതാണ് ഭഗവത്ഗീതയ്ക്കകത്ത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നമ്മളെ തന്നെ സമ്മതിച്ചു, ഞാനും ഇതുപോലെ തെറ്റൊക്കെ പറയാറുണ്ട്. അതുപോലെ ഇത് എല്ലാവരും പറയുന്നതാണ്, ഈ കുറ്റം ഒരിടത്ത് ചോദിച്ചിട്ട് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്ത് പറയുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് അവരെടുത്ത് സംസാരിക്കാം. അപ്പോൾ അവർക്ക് ഓക്കെ, ഈ സ്വാമിയായിട്ട് അല്ലെങ്കിൽ ഈ ജപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളും പറയുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരു സമാധാനമായി, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവത്ഗീതയ്ക്കകത്ത് ഇതിനെക്കുറിച്ചാണ് ആദ്യത്തെ ശ്ലോകം. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അതായത് ധൃതരാഷ്ട്രന് കണ്ണില്ല. അപ്പൊ കണ്ണില്ലാത്തത് ഭൗതികമായിട്ട് അയാൾക്ക് കണ്ണില്ല, പക്ഷെ അയാൾക്ക് ആധ്യാത്മികമായിട്ടും കാഴ്ചയില്ല. അതായത് 2 കുട്ടികളെ വളർത്തി ധൃതരാഷ്ട്രൻ. വളർത്തിയിട്ട് ഈ ധൃതരാഷ്ട്രന് 2 കാഴ്ചപ്പാടിലാണ് കണ്ടത്. ഒരാൾ എൻ്റെ മക്കളും ഒരാൾ പാണ്ഡുവിന്റെ മക്കളും എന്ന് പറയുന്നു. അതാണ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ സമവേതായുത്സവ, യുദ്ധോത്സവരായിട്ട് കൂടിയിട്ട്, അതായത് യുദ്ധത്തിൽ താല്പര്യമുള്ള എല്ലാവരും ഒന്നിച്ചു കൂടി. അപ്പൊ അവിടെ വെച്ച് ധൃതരാഷ്ട്രൻ ചോദിക്കാണ്, മാമക എൻ്റെ മക്കള്, പാണ്ഡവ ചെയ്വ കിമകുർവത എന്ന് ചോദിച്ചു. അവരെല്ലാം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. മാമക എന്ന് ചോദിച്ചു, എൻ്റെ മക്കള്. പാണ്ഡവ ചെയ്ത, പാണ്ഡുവിന്റെ മക്കള്. കിമകുർവത എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഇപ്പോ ഇവർക്ക് മാമക എന്താണെന്ന് മനസ്സിലായി, പാണ്ഡവ ചെയ്വ എന്താണെന്ന് മനസ്സിലായി, കിമകുർവത മനസ്സിലായി, എന്ത് ചെയ്തു എന്ന് പറയുന്നത് മനസ്സിലായി. അപ്പോൾ നമ്മൾ കള്ളം പറഞ്ഞോ? ഇല്ല. നമ്മളിപ്പോ ശ്ലോകം കോട്ട് ചെയ്തത് അവർക്ക് മനസ്സിലായി ഇത് ശ്ലോകമാണെന്ന്. ഇൻ കേസ് നമ്മൾ വേറൊരു രീതിയിൽ പ്രീച്ച് ചെയ്യുന്നു, ഇതേ കാര്യം തന്നെ പ്രീച്ച് ചെയ്യുന്നു. എങ്ങനെ പ്രീച്ച് ചെയ്യുന്ന വെച്ചാല്, പറഞ്ഞ ഫിലോസഫി ഒക്കെ കറക്റ്റ് ആണ്. ഇതുപോലത്തെ സിറ്റുവേഷനിൽ അവരുടെ പറയുന്നത് ഭഗവത്ഗീതയിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെ പറയുന്നത് വെച്ചാൽ, ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര സമവേത യുത്സവ മാമഹ പാണ്ഡവ ചെയ്യ കിമകുർവത സഞ്ജയ. അവിടെ പറയാണ്, ഒന്നിച്ചു കൂടിയ 2 യുദ്ധരായിട്ട് കൂടിയിട്ട് പാണ്ഡുവിന്റെ മക്കളും ധൃതരാഷ്ട്രന്റെ മക്കളും വന്നു. പക്ഷെ ധൃതരാഷ്ട്രൻ ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ മക്കൾ എന്ത് ചെയ്തു, പാണ്ഡുവിന്റെ മക്കൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഇപ്പൊ അവർക്ക് എന്ത് മനസ്സിലായി? എന്തോ ശ്ലോക പറഞ്ഞു, അതിൽ കുറെ അർത്ഥവും പറഞ്ഞു. ഈ ശ്ലോകത്തിൽ പറഞ്ഞതും ഇവര് സംസാരിച്ചതും ഒന്നാണെന്ന് അവർക്ക് കൺഫേം ആവില്ല. ആവോ? സ്പീഡായിട്ട് ഒരു 4 ലൈൻ ശ്ലോക പറഞ്ഞു. സംസ്കൃതം അവർക്ക് അറിയില്ല. അവർക്ക് മനസ്സിലാകുമോ? മൈൻഡിൽ രജിസ്റ്റർ ആകുമോ? രജിസ്റ്റർ ആയി കാണൂല. അത് കഴിഞ്ഞിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞു നമ്മള്. അപ്പൊ ട്രാൻസ്ലേഷൻ മാത്രം മനസ്സിലായി, പക്ഷെ ഈ പറഞ്ഞ ശ്ലോക കറക്റ്റ് ആണെന്ന് അവർക്ക് ഡൗട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പൊ എങ്ങനെ പറഞ്ഞു വെച്ചാല്, ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര ഭൂമിയില് യുദ്ധം, അടുത്ത ലൈൻ നമ്മൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, യുദ്ധത്തിൽ താല്പര്യമായിട്ട് 2 കൂട്ടരുണ്ടായിരുന്നു. അപ്പൊ ധൃതരാഷ്ട്രൻ ചോദിക്കാണ്, മാമക പാണ്ഡവ ചെയ്വ കിമ കുർവത എന്ന് ചോദിച്ചു. എൻ്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും കിമ കുർവത എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഇപ്പൊ ഞാൻ ശ്ലോക പറഞ്ഞവർക്ക് മൈൻഡിൽ കയറുമോ? അവർക്ക് മാത്രമല്ല കയറുന്നത്, നമുക്കും ഈ ശ്ലോക കറക്റ്റ് ഓർമ്മയിരിക്കും. എവിടെ എത്ര എടുത്തു വെക്കണം. ഇൻ കേസ് നമ്മൾ ഫസ്റ്റ് ലൈനേ പറഞ്ഞില്ല, പ്രീച്ചിങ്ങില് എല്ലാ 4 ലൈനും പറയണം നിർബന്ധമില്ല. അപ്പൊ ധൃതരാഷ്ട്രൻ ചോദിക്കുകയാണ്, അവിടെ നമ്മൾ പറയാണ്, ധർമ്മക്ഷേത്രത്തില് അവിടെ യുദ്ധം നടക്കുമ്പോൾ ധൃതരാഷ്ട്രൻ ചോദിക്കുകയാണ്, മാമക പാണ്ഡവ ചെയ്വ കിമകുർവത സഞ്ജയാന്ന് ചോദിച്ചു. എൻ്റെ മക്കളും മാമക, പാണ്ഡുവിന്റെ മക്കളും കിമകുർവത സഞ്ജയാന്ന് ചോദിച്ചു. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ലൈനും 1 ലൈനും മാത്രമേ ഞാൻ പറഞ്ഞു. ഇതും പ്രീച്ചിങ്ങിന്റെ എഫക്റ്റ് ആണ്. പ്രഭുപാദിന്റെ ലെക്ചറിൽ നോക്കുമ്പോൾ പലയിടത്തും പ്രഭുപാദ് ട്വിസ്റ്റ് ചെയ്യും. ബാക്കിലുള്ളതെടുത്ത് ഫ്രണ്ടിൽ പറയും, ഫ്രണ്ടിലുള്ളതെടുത്ത് ബാക്കിൽ പറയും. ചിലപ്പോൾ ഒരു ലൈന് മാത്രമേ പ്രഭുപാദ് ലെക്ചറിൽ പറയാറുള്ളൂ. അതാണ് കറക്റ്റ് പ്രീച്ചിങ്. എവിടെ എന്താവശ്യമോ അത് മാത്രം എടുത്തു വെക്കണം. 4 ലൈൻ 6 ലൈൻ നമ്മൾ പറഞ്ഞിട്ട് അതിനകത്തുള്ള ഒരു കാര്യം പറയണം നിർബന്ധമില്ല. ഇതാണ് പ്രീച്ചിങ്ങിന് എങ്ങനെ ശ്ലോക യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഫ്ലാഷ് കാർഡിൽ എഴുതി വെക്കുക, നല്ല റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. എന്നിട്ട് ഈ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു ശ്ലോകം കിട്ടുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ, ഇതിന് യൂസ് ആകുമല്ലോ എന്നുള്ള തോട്ട്സ് നമുക്ക് വരണം. എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് യഥാർത്ഥ സ്ഥലത്ത് നമുക്ക് ഇത് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, ഈ ഒരു 2 ശ്ലോക, 1-2 ശ്ലോക എടുക്കുക. ഇതിൽ ഇനി സെക്കൻഡ് ചാപ്റ്ററിലാണ് പോകുന്നത് അല്ലേ അടുത്തത്? സെക്കൻഡ് ചാപ്റ്റർ 7th ശ്ലോകം.
കാർപ്പണ്യദോഷം. ശരി, ഈ സെക്കൻഡ് ചാപ്റ്ററിലെ ശ്ലോകം വായിക്കൂ. ആരെങ്കിലും രണ്ടുപേര് വായിച്ചാൽ മതി. ആയിക്കോട്ടെ പ്രഭു. വായിച്ചു. 2.7. കാർപ്പണ്യദോഷാപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേതാ യച്ഛ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. ഇനി ഒരാളൂടെ വായിക്കാം. ആര് വായിക്കും? कार्पण्यदोषोपहत स्वभावः पृच्छामि त्वां धर्मसम्मूढचेताः यच्छ्रेयस्यानिश्चितं ब्रूहि तन्मे शिष्यस्तेऽहं शाधि मां त्वां प्रपन्नम्. हरे कृष्ण. ശരി, ഈ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ വായിക്കും. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട മാതാജി വായിക്കുന്നുണ്ട്. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെപ്പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാൻ ഇപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്. ദയവായി ഉപദേശം തന്നാലും. ഭാവാർത്ഥം വായിക്കണം. ശരി, ഈ ശ്ലോക ഫ്രിജോ ഇത് വേണ്ട. ഫ്രിജോ ഈ ശ്ലോക ഏത് അവസരത്തിൽ ഫ്രിജോ പറഞ്ഞു കൊടുക്കും? ഒരാൾക്ക് ഇതിനെ കോട്ട് ചെയ്യണമെങ്കിൽ ഏത് അവസരത്തിൽ കോട്ട് ചെയ്യും? അല്ല, ഞാൻ ചോദിച്ചത് എനിക്ക് മീനിങ് വേണ്ട. ഇതിന്റെ ട്രാൻസ്ലേഷൻ ഇപ്പൊ വായിച്ചില്ലേ? ഫ്രിജ ഒരിക്കൽ കൂടെ വായിച്ചു നോക്കൂ. ട്രാൻസ്ലേഷൻ വായിച്ചു നോക്കൂ. വായിച്ചോ? മൈൻഡിൽ വായിച്ചോ? ഇങ്ങനെ ഒരു ശ്ലോക കിട്ടി. ഇതിനെ നമ്മൾ പ്രീച്ചിങ്ങിന് യൂസ് ചെയ്യണം. എങ്ങനെ യൂസ് ചെയ്യും? എവിടെ യൂസ് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്ക്. ആർക്കിത് പറഞ്ഞു കൊടുക്കും? ഇല്ല, ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും പറഞ്ഞ് പഠിക്കേണ്ടതാണ്. അതൊക്കെ ശരിയാണ്. പെട്ടെന്ന് ഈ ശ്ലോകം നമ്മൾ കോട്ട് ചെയ്യണമെങ്കിൽ ഏതാ ഒരു സിറ്റുവേഷനിലായിരിക്കും കോട്ട് ചെയ്യുക? ഉം. ശരി, സിറ്റുവേഷൻ എക്സാക്ട് വന്നില്ല. ഓക്കെ, രേഷ്മ മാതാജി ആണെങ്കിൽ ഏത് അവസരത്തിലായിരിക്കും ഈ ശ്ലോകം എടുത്ത് കോട്ട് ചെയ്യുക? ഹരേ കൃഷ്ണ പ്രഭു.
ഇതിപ്പം സ്വന്തം കഴിവിൽ ഒരുപാട് വിശ്വാസമുള്ള നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ധർമ്മസങ്കടത്തിൽ പെട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസരത്തിൽ അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം വരുമ്പോഴാണല്ലോ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനും ധർമ്മസങ്കടം വരുന്നത്. പക്ഷെ ഭഗവാനിൽ ആശ്രയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലൂടെ നടക്കും. അപ്പം ഇതുപോലെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് ആലോചിച്ച് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യം വരില്ല. അപ്പം ഭഗവാനിൽ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം നമ്മളെ കൂടുതൽ കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്കും അതുപോലെ എന്താണ് ചെയ്യേണ്ടത്, മുന്നോട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്കും കൂടുതൽ കൂടുതൽ കൊണ്ടുപോകും എന്നുള്ളത് വേണമെങ്കിൽ പറയാൻ തുടങ്ങും. ശരി. വേറെ മിനി മാതാജി ആണെങ്കിൽ എവിടെ യൂസ് ചെയ്യും ഈ ശ്ലോകം? സിറ്റുവേഷൻ. ഹരേ കൃഷ്ണ. ഇതുപോലെ തന്നെ ദൗർബല്യം കൊണ്ട്, അതായത് ചില നിമിഷത്തില് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, വിഷമഘട്ടത്തിലെത്തി നിൽക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്താൽ മതി, ബാക്കി ഭഗവാൻ നോക്കും, അത് ഫലേച്ഛ കൂടാതെ ചെയ്താൽ മതി, ഇങ്ങനെ നമ്മൾ ആത്മനിയന്ത്രണം വിടേണ്ട കാര്യമില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം, ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോ നമ്മളൊരു ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകുന്നു. ഓക്കെ, നമുക്ക് ഭഗവത്ഗീത ഒരാൾക്ക് കൊടുക്കണം, ഇതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ ആ സമയത്ത് അവർ പറയാണ് ഭഗവത്ഗീത ഒന്നും വേണ്ട, എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിക്കാൻ താല്പര്യമുണ്ട് അവർക്ക്, പക്ഷെ അത് എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല, അങ്ങനെ ഒരു അവസരം. അല്ലെങ്കിൽ അവർ ഭയങ്കര കൺഫ്യൂഷനിലാണ്. അപ്പൊ നമ്മൾ കൺഫ്യൂഷനിൽ സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ട് ഇത് പ്രീച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് പറയുക, കൺഫ്യൂഷനുള്ള ഒരാളുടെ അടുത്ത് അപ്പോൾ ഒരാൾ കൺഫ്യൂഷനിലാണ് വരുന്നുവെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറയേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ ഭഗവത്ഗീത പഠിച്ചാൽ മതി, എല്ലാത്തിനും ഉത്തരമുണ്ടെന്ന് പറയാം. ഭഗവത്ഗീത പഠിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ ഏതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയ്ക്കകത്തുണ്ട്. പക്ഷെ അത് അത്ര ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് ഒരു ഗുരുയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. അതാണ് ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നത്. അർജുനന് പോലും ഭയങ്കര കൺഫ്യൂഷനായി. നമ്മൾ മാത്രമല്ല കൺഫ്യൂഷൻ ആകുന്നത്, ആരും കൺഫ്യൂഷൻ ആയി, അർജുനനും കൺഫ്യൂഷനായി. അർജുനൻ വന്നിട്ട് ആ കാലഘട്ടത്തുള്ള വ്യക്തിയാണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്, ശാസ്ത്രം പഠിച്ച വ്യക്തിയാണ്, കൃഷ്ണൻ ഭഗവാനാണെന്ന് അറിയുന്ന വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും അർജുനന് കൺഫ്യൂഷനാണ്. അപ്പൊ അതാണ് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നത്, കാർപ്പണ്യ ദോഷം അപഗത സ്വഭാവ, നിന്റെ സ്വഭാവമെല്ലാം കാർപ്പണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ മിസറി, എന്താ പറയുക, മൈസർ എന്ന് പറയും, ഒരു പിശുക്കൻ. അവരുടെ കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, ആ മൈൻഡ് എങ്ങനെ യൂസ് ചെയ്യണം ഒന്നൊന്നും പുള്ളിക്ക് അറിയില്ല. അയാൾക്ക് ശരിയേത് തെറ്റേതെന്ന് അറിയുന്നില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കാർപ്പണ്യം. കാർപ്പണ്യ ദോഷം അപഗത സ്വഭാവം, അവന്റെ സ്വഭാവം എങ്ങനെയാണ്, കാർപ്പണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നത് അല്ലെ. പ്രച്ഛാമി, അപ്പൊ അത് ചോദിക്കുകയാണ്, പ്രച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢ ചേത എന്ന് പറയാണ്. അപ്പോ ആ ധർമ്മം എന്താണ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. ധർമ്മ സമ്മൂഢ ചേത എന്ന് പറയാണ്. എശ്രേയൻ സ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ എന്ന് പറയാണ്. അപ്പൊ എന്താണ്, അപ്പൊ എശ്രേയാൻ, ശ്രേയസ്സായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളത് എന്താണ് എന്ന് പറയാണ്. ശ്രേയസ്സായിട്ടുള്ളത് എന്താണ് എന്നാണ് പറയാണ്. തീർച്ചയായും എന്താണ്, അതിനെ എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. ശ്രേയസ്സായ കാര്യം എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയാണ് ഇവിടെ. ശിഷ്യസ്തേകം, അപ്പൊ അങ്ങനെ പറഞ്ഞു തരണമെങ്കിൽ ആർക്ക് പറഞ്ഞു കൊടുക്കും? ശിഷ്യസ്തേകം ഷാദിമാം ത്വാം പ്രപന്നം എന്ന് പറയാണ്. അപ്പോ എന്നെ ശരണം പ്രപന്നം, എന്നെ ശരണം പ്രാപിച്ച വ്യക്തിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇപ്പം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാല്, നമുക്ക് കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാകും ജീവിതത്തിൽ, കൺഫ്യൂഷൻ ഇല്ലാത്ത ആരുമില്ല. അർജുനനും കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പൊ അർജുനൻ കൃഷ്ണനെ ശരണം പ്രാപിച്ചു. കൃഷ്ണന്റെ അടുത്ത് പറയാണ്, എനിക്ക് മൊത്തം കൺഫ്യൂഷനാണ് കൃഷ്ണ, യുദ്ധം ചെയ്യണോ യുദ്ധം ചെയ്യണ്ടയോ എന്ന് കൺഫ്യൂഷനാണ്. അപ്പൊ ഞാൻ കൃഷ്ണനെ ശരണം പ്രാപിക്കാം, എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ചിട്ട് പറഞ്ഞു തന്നാലും എന്ന് പറയാം. അപ്പൊ ഇതാണ് സിറ്റുവേഷൻ.
ഒരാൾ കൺഫ്യൂഷനിലാണെങ്കിൽ നമുക്ക് പറയാം ഈ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്താണ് അത് അർജുനൻ കൃഷ്ണൻ എന്ത് ചെയ്യും വെച്ചാൽ കൃഷ്ണനെ ശരണം പ്രാപിച്ചാൽ ഭഗവത്ഗീത പഠിച്ചാലേ അതിനെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് പറയുന്ന സിറ്റുവേഷൻ പ്രീച്ചിങ്ങിന് അങ്ങനെ ഈ ശ്ലോക യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് മൈൻഡിൽ വെച്ചുകൊണ്ട് ഇതിന്റെ 1 ലൈന് 2 ലൈന് 3 ലൈന് ഇങ്ങനെ കാണാതെ പഠിക്കുന്നതിൻ്റെയോടൊപ്പം അതാത് കുറച്ച് വാക്കുകൾ പ്രബണ്ണം എന്ന് 2-3 വാക്കുകൾ ഓർത്താൽ പോലും ആ ശ്ലോക എന്താണ് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ആ ശ്ലോക സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ശ്ലോകം ഇപ്പം നമ്മൾ ചിലപ്പോൾ ഫുള്ള കാണാതെ പഠിച്ചിരിക്കും, പക്ഷെ നമുക്ക് അതിനെ 1 ലൈൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു 3 ശ്ലോകം ഇതും ഇതിന്റെ അടുത്ത ശ്ലോകവും കൂടെ പഠിച്ചിട്ട് അടുത്ത ആഴ്ച ശ്ലോക സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ എങ്ങനെ നാളെ എന്ത് ചെയ്യും? പർസിൽ എഴുതിയിടും, ഫ്ലാഷ് കാർഡ് ഒരു ശ്ലോക ഒരു പേപ്പറിൽ എഴുതി പർസിൻ്റെ അടുത്ത് വെച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം, എന്താണ് ഒരു ശ്ലോക അത് പഠിക്കാൻ വേണ്ടിയിട്ട് 1 ലൈനായിരിക്കും രാവിലെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കാകുമ്പോൾ ആ 1 ലൈൻ അതിൻ്റെ മീനിങ് ഇടയ്ക്ക് ചിന്തിക്കുക. ഇന്നൊരു ശ്ലോക പഠിക്കുക എന്നുള്ളത് ലക്ഷ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരാൾക്ക് മൈൻഡ് ഭയങ്കര ഫ്രീ ആയിരിക്കും, കൃഷ്ണാബോധത്തിലായിരിക്കും. ഒരു തരത്തിലും വീട്ടുകാരിയോ വേണ്ടാത്ത കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാൻ പറ്റൂല. കാരണം അത് ചിന്തിക്കാൻ സമയമില്ല. ശ്ലോക പഠിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് നമ്മുടെ മൈൻഡ് തന്നെ ഇങ്ങനെ ഫ്രഷ് ആക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത ചിന്ത വരില്ല. ഇന്ന് ശ്ലോക പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് എടുക്കുക, 1 ലൈൻ പഠിക്കുക, അടുത്ത് വയ്ക്കുക, അങ്ങനെ വെക്കുമ്പോൾ ശ്ലോക പഠിച്ചു. ഭഗവാന്റെ ഉത്തമ ശ്ലോകമാണിത് അല്ലേ? ഉത്തമമായ ശ്ലോക ഭഗവാൻ പറഞ്ഞത് കൊണ്ട് മൈൻഡിന് ഭയങ്കര പവർഫുൾ ആവും. ഇതുകൊണ്ട് ബ്ലെസ്സിങ്സ് ആവും. ഭഗവത്ഗീതയിൽ 1/2 ശ്ലോക പഠിച്ചാലും ശരി, മുഴുവൻ പഠിച്ചാലും ശരി, എല്ലാത്തിലും അനുഗ്രഹമുണ്ട്. സോ നമ്മൾ വെറുതെ എടുത്ത് വായിച്ചാലും അതിന് അനുഗ്രഹമുണ്ട് അല്ലേ? എന്താ പറയുന്നത്, രാജവിദ്യ രാജഗുഹ്യം പവിത്രമാണ്. അത് പവിത്രമായതാണ്. അത് വെറുതെ എഴുതി പോക്കറ്റിൽ വെച്ചിരുന്നാലും ഒരു ശ്ലോക അത് പവിത്രമാണ് അല്ലേ? പവിത്രം ഉത്തമം, അത് ഉത്തമമായതാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടമേ ഇല്ല. ഓരോ ശ്ലോക പഠിക്കുമ്പോഴും നമുക്ക് ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകും. പ്ലസ് മൈൻഡ് ഭയങ്കര ഫ്രീ ആവും. മൈൻഡിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യം വരില്ല. ഒരു ദിവസം കൊണ്ട് ഒരു ശ്ലോക പഠിക്കണ്ട, കാണാതെ പഠിക്കണ്ട, പക്ഷെ അത് ഓൾമോസ്റ്റ് ഒരു 70% എങ്കിലും പഠിച്ചാൽ ഓട്ടോമാറ്റിക്കാണ് ബാക്കി വന്നു. അപ്പൊ അത്രയും ചെയ്യാൻ ശ്രമിക്കുക. സോ ഇങ്ങനെ പഠിച്ചാൽ ഓരോ ശ്ലോകം എടുത്തിട്ട് അങ്ങനെ തന്നെ പിന്നെ ഏതെങ്കിലും ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എവിടെ ഏത് സിറ്റുവേഷനിലാണ് ഈ ശ്ലോകം ഇവർ കോട്ട് ചെയ്തു. അപ്പോൾ അത് നമ്മുടെ മൈൻഡിലിരിക്കും. ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്രീച്ച് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ആൾക്കാർ പെട്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഒരു ശ്ലോകം എല്ലാം കോട്ട് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ആൾക്കാർ നമ്മൾ പറയുന്ന വാക്കിന് വില തരും. അതുകൊണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ വേറൊന്നുമില്ലെങ്കിൽ നിർത്താം. അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച 3 ശ്ലോകമല്ലേ? ഈ 3 പഠിക്കൂ, എന്നിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പോവാം. ഈ 3 ശ്ലോകം കാണാതെ പഠിക്കണമെന്ന് വിചാരിക്കാൻ, കാണാൻ പഠിക്കേണ്ടത് 1 ശ്ലോകം മതി ഒരു ആഴ്ചയിൽ. ഓക്കെ, 3 പഠിക്കുന്നത് ബെസ്റ്റ്. ഇനി ചിലർക്ക് പറ്റില്ല, ചിലർക്ക് കുറച്ച് ടൈം എടുക്കും ചില ശ്ലോക പഠിക്കാൻ. ഉടനെ 3 പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ട. നമ്മൾ 3 ഫ്ലോ ആയിട്ട് വായിച്ചു വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഈ പേപ്പറിൽ അടുത്ത ശ്ലോക പഠിക്കുമ്പോൾ പഴയ ശ്ലോക ഒരിക്കൽ കൂടെ വായിക്കണം. പുതിയ ശ്ലോകം എന്ന് പറഞ്ഞാൽ പഴയത് കളഞ്ഞാൽ പോയി. അപ്പൊ അത് ഒരിക്കൽ വായിച്ചിട്ട് ഇത് വായിച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നാൽ ഈ ശ്ലോകം പട്ടപുട്ടാന്ന് വരും നമുക്ക്. അപ്പൊ ശ്ലോകം ഇപ്പൊ കാണാതെ വന്നു. നിറയെ പേർക്ക് ബ്രഹ്മസംഹിത ഫുള്ളും അറിയാം, പക്ഷെ അർത്ഥം അറിയില്ല അല്ലേ? അറിയുമോ? ബ്രഹ്മസംഹിത അറിയാം, പടപടാന്ന് ഏതെങ്കിലും ശ്ലോകം ഒന്ന് തുടങ്ങി തന്നാൽ നമ്മൾ തീർക്കും, പക്ഷെ അർത്ഥം അറിയില്ല. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ അർത്ഥം അറിയണമെങ്കിൽ ഇതുപോലെ നമ്മൾ പറഞ്ഞു പഠിക്കണം. പറഞ്ഞു പഠിച്ചാലും വരില്ല ചിലപ്പോൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആൾക്കാരുടെ അടുത്ത് കോട്ട് ചെയ്യണം. അപ്പോൾ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വരില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 1 ലൈനേ വരത്തുള്ളൂ, മതി.
ആ ഒരു ലൈൻ വന്ന ആ ഒരു ലൈൻ വന്നുമില്ലേ അത് മതി. ആ ഒരു ലൈൻ വെച്ചുകൊണ്ട് ബാക്കി പറയും. ഇപ്പൊ നമ്മള് ധർമ്മക്ഷേത്രത്തിന് ആ ശ്ലോകം പറയണമെന്ന് വിചാരിച്ച ഒരാളുടെ അടുത്ത്, പക്ഷെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുത്സവ എന്ന് അടുത്ത ലൈൻ നമുക്ക് മറന്നുപോയി. ഓക്കെ, മതി. ആ ഒരു ലൈൻ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. എങ്ങനെയാണ് ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര സമവേത യുത്സവ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര ഭൂമിയില് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് യുദ്ധോത്സവരായിട്ട്. അപ്പോൾ ആ താല്പര്യത്തിലാണ് വന്നത്. അടുത്ത ശ്ലോകം നമ്മൾ എന്ന് പറഞ്ഞാൽ മതി. എന്താണ്? എന്നാൽ ധൃതരാഷ്ട്രൻ ചോദിക്കുന്നു, എൻ്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ നമുക്ക് രണ്ടാമത് വരാത്തത് കൊണ്ട് അവിടെ സ്റ്റക്ക് ആകണ്ട, ബാക്കിയുള്ളത് മീനിങ് പറഞ്ഞാൽ മതി. ആദ്യത്തെ ശ്ലോകത്തിൽ ഒരു ലൈൻ പറഞ്ഞാൽ മതി, അപ്പോഴും ഓക്കെ. പക്ഷെ കറക്റ്റ് ആയില്ല എന്നേ ഉള്ളൂ. എനിവേ നമ്മൾ കോട്ട് ചെയ്തു. അതൊരു ഇന്റലിജന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്താൽ മതി. ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ വന്നില്ലെങ്കിൽ അവർ പേടിച്ചു പോകും. അയ്യോ ഞാൻ പറയും പോയി, ഇപ്പോൾ ശ്ലോകവും വരുന്നില്ല എന്ന് പറയും. വന്നത് എത്ര വന്നോ അത്രയും പറയാം. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ സെക്കൻഡ് ശ്ലോകം വരും. കാരണം ഇവിടെ ഒരു പ്രാക്ടീസ് എടുക്കുകയാണ് നമ്മളെ. എടുത്തപ്പോൾ ഒരു ലൈനേ വന്നോളൂ. നെക്സ്റ്റ് ടൈം 100% ഉറപ്പാണ് രണ്ടാമത്തെ ലൈൻ വരും നമുക്ക്. ഓക്കെ, ഇങ്ങനെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രീച്ചിങ്ങിന് ശ്ലോക കോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താലേ വരത്തുള്ളൂ, അല്ലെങ്കിൽ വരില്ല. അത് കഴിഞ്ഞ് ബുക്ക് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ പോകുമ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഞാൻ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ്, ഭഗവത്ഗീത വിൽക്കാൻ പോകും. ഡിസ്ട്രിബ്യൂഷന് പോകുമ്പോൾ ഞാൻ പറയും, ഇത് സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോവയ എന്ന് ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്. അതായത് നമ്മൾ കുറച്ചെങ്കിലും അഭ്യസിച്ചാലും അത് വലിയ ഭയത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് പറയും. അപ്പൊ എവിടെ പോയി ഞാനിങ്ങനെ ഓരോ വീടുകളിലും പോയിട്ട് ഇങ്ങനെ ബുക്ക് ഡിസ്ട്രിബ്യൂട്ട്, എൻ്റെ കൂടെ ഒരു പയ്യൻ വന്നു. അവൻ എന്ത് വെച്ചാലും ബുക്ക് ഒക്കെ ബാഗിൽ തോളിലിട്ടിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ഒരു ബുക്ക് മേടിച്ചിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഈ ഭഗവത്ഗീത വളരെ നല്ലതാണ് സാർ, എല്ലാവരും വായിക്കേണ്ടതാണ്, ഭഗവാന്റെ ബ്ലെസ്സിങ്സ് കിട്ടും, അത് വായിക്കൂ. അത് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, സ്വല്പം അഭ്യസ ധർമ്മസ്യ ത്രായത്തെ മഹതോഭയ എന്ന് പറയും. സ്വല്പമെങ്കിലും നമ്മൾ വായിച്ചാൽ പഠിച്ചാൽ അത് വലിയ ഭയത്തിൽ നമ്മളെ രക്ഷിക്കും. ഇത്രയേ ഉള്ളൂ, എനിക്കിതിനപ്പുറം അറിയില്ല. വന്ന് ഒരു 10 ദിവസം അയാൾ എൻ്റെ കൂടെ വന്നു. ബുക്ക് തുറന്നിട്ടേ ഇല്ല, ആ ശ്ലോകം കാണാതെ പിടിച്ച്. എന്നിട്ട് പറഞ്ഞു, എവിടെ പോയാലും ഒരു സ്വല്പം അഭ്യസ ധർമ്മസ്യ ത്രായത്തെ മഹതോഭയ പ്രൂവ് പറയുന്നു പറയും. അപ്പോ അറിയാതെ ആ ശ്ലോകം പുള്ളിക്ക് എവിടെ പോയാലും മറക്കൂല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരു ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ചിലർക്ക് അവർക്ക് ഭയങ്കര ഫേവറേറ്റ് ശ്ലോകമായിരിക്കും. എല്ലായിടത്തും ആ ശ്ലോകം പറയും. നമ്മൾ ഓട്ടോമാറ്റിക് കാണാതെ പഠിച്ചു ആ ശ്ലോകം. അപ്പൊ ഇതൊക്കെ ക്ലാസ് കേൾക്കുമ്പോൾ പ്രഭുപാദിന് ഒരുപാട് ഫേവറേറ്റ് ശ്ലോകാസ് ഉണ്ട്. പ്രഭുപാദ് പറയും, തത്വിജ്ഞാത്തം തത്വിജ്ഞാത്തം സഗുരും ഏവാഭി ഗച്ഛതി എന്ന് പറയും. അപ്പൊ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ പ്രഭുപാദ് പറയും. അപ്പോൾ ചില ശ്ലോകാസ് പ്രഭുപാദ് മിക്കവാറും ഇങ്ങനെ കോട്ടി. അപ്പൊ നമുക്കത് മനസ്സിലാവും. പ്രഭുപാദ് അടുത്തത് ഈ ശ്ലോകം തന്നെ കോട്ട് ചെയ്യുന്ന നമുക്ക് മനസ്സിലാവും. ലെക്ചർ കേട്ടോണ്ടിരിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെയാണ്. അതുപോലെ അങ്ങനെ പഠിക്കാം നമുക്ക്. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. വാഞ്ചാകൽപാതരുഭ്യസ്യ കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല ഗുരുദേവ് കി ജയ്. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ.